മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃകത്തിൻ്റെ വിവിധ ഗ്രന്ഥങ്ങൾ, വിഷയങ്ങൾ, ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകൾ ഇവയെല്ലാം യൂട്യൂബിലൂടെ IISH TV എന്ന പേരിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സനാതനധർമ്മത്തിനെതിരെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും തുറന്ന് വിമർശനാത്മകമായും നല്ലതാണെങ്കിൽ നല്ല രീതിയിലും വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ധാരാളം വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോ വ്യക്തി ചോദിക്കുന്ന ചോദ്യം എന്ന രീതിയിലല്ല, വളരെയധികം വ്യക്തികൾ ഒരു വിഷയത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചും ഇതുപോലെയുള്ള വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് കുറേ അധികം വ്യക്തികൾ ചോദിച്ച ചോദ്യമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ ഭൂരിഭാഗവും ചോദിച്ചത് മുസ്ലിങ്ങളാണ് ഒരു വിഷയത്തെക്കുറിച്ച്. അതേപോലെ അതിന് സമാന്തരമായ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളും കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ന് ഞാൻ പറയുന്നത് വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ടല്ല, മറിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ വ്യക്തികളുടെ പേര് നോക്കിയിട്ടാണ്. ഇനി ഏതെങ്കിലും ഹിന്ദുക്കൾ ആ പേരിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേര് നോക്കിയിട്ടാണ് ഞാൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നത്. അതിൽ മുസ്ലിങ്ങൾ ധാരാളം പേര് ചോദിക്കാറുള്ള ചോദ്യം, സാർ സക്കീർ നായിക്കിനെതിരെ വളരെയധികം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിന് വേദത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും ഇത്രയും അറിവുണ്ടെങ്കിൽ അങ്ങ് സക്കീർ നായിക്കിനെ ഡയറക്റ്റ്ലി വെല്ലുവിളിച്ച് പൊതുസദസ്സിൽ വെച്ച് പല കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ വരെയും ചോദിക്കുകയും ചെയ്തു. 2 ദിവസം മുമ്പ് ഞാൻ മലപ്പുറത്തും പാലക്കാടും പ്രഭാഷണത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ധാരാളം മുസ്ലിങ്ങളും പ്രഭാഷണം കേൾക്കാൻ വന്നവർ ചോദിക്കുകയുണ്ടായി. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, കുറച്ച് ക്രിസ്ത്യാനികളും ധാരാളം ഹിന്ദുക്കളും. ഈ ക്രിസ്ത്യാനികൾ സുവിശേഷം നടത്തി ഹിന്ദു ചിന്താധാരകളെ എതിർക്കുകയും അവഹേളിക്കുകയും ചെയ്യുക ഒരു വശത്ത്, അകത്ത് അത് തന്നെ അവരുടെ പള്ളിയിലും അവരുടെ ജീവിതത്തിലും പകർത്താനായിട്ട് നിർദ്ദേശിക്കുക. ഇങ്ങനെ ഇരട്ടത്താപ്പ് നയം നടത്തുന്നതിനെതിരെ പൊതുവേദിയിൽ വിമർശിച്ചൂടെ എന്ന് ചോദിക്കാറുണ്ട്. രണ്ടുപേരോടും എനിക്ക് ഉത്തരം പറയാനുള്ളത് ഇതാണ്. സക്കീർ നായിക്ക് കുറേ അധികം തട്ടിപ്പ് നടത്തുകയാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അറിവെന്ന് പറയുന്നത് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് ബിഗ് സീറോ ആണ്. ശ്വേതാശ്വേതരോപനിഷത്തെന്നോ കടോപനിഷത്തെന്നോ അഥർവവേദമെന്നോ പോലും പറയാൻ പറ്റാത്ത ഒരാൾ വെറുതെ ഒരു കൊട്ടേഷൻ എടുത്ത് അതിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറയുക. വേദങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നു എന്ന് പറയാം. 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വേദത്തിൽ അള്ളാഹു എന്നൊരു വാക്ക് പോലും വരില്ല. മാത്രമല്ല, ഹിന്ദുക്കൾ വേദം പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അവർ പഠിച്ചിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ തട്ടിപ്പ് കാണിക്കുന്നത്. മാത്രമല്ല, വേദങ്ങളിൽ അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ ഖുർആൻ ആദരിക്കാൻ പോണത്? വേദം പഠിച്ചാൽ പോരെ ഹിന്ദുക്കളെ പോലെ. അതുപോലെ തന്നെ ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, ശ്വേതാശ്വേതരോപനിഷത്തിൽ പറയുന്നു. ഇങ്ങനെ ഇല്ലാത്തത് പലതും പറഞ്ഞ് കച്ചവടം നടത്തുന്ന ലെവലിലേക്ക് ഇസ്ലാം മതം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുത്തരം പറയേണ്ട ബാധ്യത ഞാനെന്തിനാ ഏറ്റെടുക്കുന്നത്? റോഡ് സൈഡിൽ ഏതെടുത്താലും 2 രൂപ, ഏതെടുത്താലും 5 രൂപ എന്ന് പറഞ്ഞ സാധനങ്ങൾ വിൽക്കാൻ വയ്ക്കാറുണ്ട്. അതുപോലെ സ്വർണത്തിൻ്റെ മാലയോ സ്വർണത്തിൻ്റെ നെക്ലസോ വെക്കാറില്ല. കാരണം മൂല്യമുള്ളതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട്
കുറേ പേരെ വാദിച്ച് കുറേ സ്വാമിമാരെ വിളിച്ച് അവരെ ഒരു ബോധവും ഇല്ലാത്ത ചില സ്വാമിമാർ കാവ്യ കൊടുത്തവരുണ്ട്. അവരെ വിളിച്ച് അവരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇസ്ലാം മഹത്തരമാണെന്ന് പറയുന്ന അത്രയും നീചമായ പ്രവൃത്തി ലോകത്തിൽ വേറെ ഒന്നുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊല്ലത്ത് കൻ്റോൺമെൻറ്റ് ഗ്രൗണ്ടിൽ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അതിൽ അഞ്ചൽ സെയിൻറ്റ് ജോൺസ് കോളേജിലെ പ്രിൻസിപ്പാൾ ക്രിസ്ത്യാനിയെ പ്രതിനിധീകരിച്ചും ഒരു മൗലവി എവിടെ നിന്നോ മലപ്പുറത്ത് നിന്ന് മുസ്ലിമിനെ പ്രതിനിധീകരിച്ചും ഞാൻ ഹിന്ദു ധർമ്മത്തെ പ്രതികരിച്ചും പ്രഭാഷണം നടത്തി. ഞാൻ ഗോപാലകൃഷ്ണൻ എന്നറിയാതെ മൗലവി കൻ്റോൺമെൻറ്റ് ഗ്രൗണ്ടിൽ വന്ന് എന്നോട് ചോദിച്ചു, ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ വരുമോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അയാൾ വരികയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ വന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെന്ന് അയാൾ പറഞ്ഞില്ല. ഉടനെ ഈ മൗലവി പോയി. അങ്ങനെയുള്ളൊരു മൗലവിയുമായിട്ട് വാദിച്ച് ഞാൻ ഇസ്ലാം മതം തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് എൻ്റെ തലയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ ലക്ഷണമല്ലേ? അറിയാത്ത സന്യാസിമാരെ വിളിച്ച് വാദിക്കുക, എന്നിട്ട് ഭവിഷ്യപുരാണത്തിൽ അള്ളാഹുവിനെയും യഹോവയെയും കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുക, എന്നിട്ട് ഹിന്ദു ധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടെന്ന് പറയുക, എന്നിട്ട് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. ശരിക്കും എനിക്ക് അറിയാനുള്ളത് ഒന്ന് മാത്രമാണ്. അത്രയും ഏകദൈവ വിശ്വാസവും ഒരേ സമാധാനവുമാണ് ഉള്ളതെങ്കിൽ ഒരേ അള്ളാഹു അല്ലേ ഉള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും? ഒരേ ചന്ദ്രകലയും നക്ഷത്രമല്ലേ ഉള്ളത്? ഒരേ മെക്കയല്ലേ ഉള്ളത്? ഒരേ ഖുറാനല്ലേ ഉള്ളത്? ഒരേ പ്രവാചകനല്ലേ ഉള്ളത്? ഒരേ പുണ്യ നഗരിയാണുള്ളത്. എല്ലാം ഒന്നാ. എന്നിട്ട് എന്തിനാ ഈ മുസ്ലിങ്ങൾ പല പല സംഘടനകളായിട്ടിരുന്ന് യുദ്ധം ചെയ്യുന്നത്? ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 69 മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും അധികം ബോംബ് പൊട്ടി ആൾക്കാർ മരിക്കുന്നത്. പാകിസ്ഥാനിൽ ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിം, അത് വെക്കുന്നത് മുസ്ലിം, മിക്കവാറും ബോംബ് വയ്ക്കുന്നത് മുസ്ലിം പള്ളികളിലാണ്. അപ്പോൾ ഒരേ ഇസ്ലാമിൻ്റെ, ഒരേ പ്രവാചകൻ്റെ, ഒരേ പുണ്യ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ എന്തിനാ അതേ ആൾക്കാരെ ബോംബിട്ട് കൊല്ലുന്നത്? അപ്പോൾ ഹിന്ദു ധർമ്മത്തിൽ ഏകദൈവ വിശ്വാസമാണെങ്കിൽ ഇസ്ലാമും ഹിന്ദുവും തമ്മിൽ യോജിക്കാമെന്ന് പറയുക. ഈ ഏകദൈവ വിശ്വാസം പോയിട്ട് അതേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല ഇങ്ങനെ ചാവുന്നത്. മാത്രമല്ല ഈ ഉപനിഷത്തുക്കളെല്ലാം ഉദ്ധരിച്ച് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് താൻ വലിയ ഒരു പണ്ഡിതനാണെന്ന് വരുത്തി തീർക്കാം. എന്നിട്ട് ആ ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാം, ഈ സക്കീർ നായിക്ക് എവിടെയെല്ലാം പ്രഭാഷണം നടത്തുന്നുണ്ടോ അയാളെ മാത്രം കാണിച്ച് ക്യാമറ വെട്ടിച്ചിട്ടാണ് പിന്നെ സദസ്സിനെ കാണിക്കുന്നത്. ആ സദസ്സൊന്നും അയാൾ പങ്കെടുക്കുന്ന സദസ്സാവാൻ സാധ്യതയില്ല. മാത്രമല്ല ചോദ്യം ചോദിക്കുന്നവരൊന്നും ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളുടെ പേരിട്ട മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളുടെ പേരിട്ട മുസ്ലിങ്ങളാണ്. ഞാൻ സഞ്ജയ് ദത്താണ്, ഞാൻ വ്യാസമിശ്രയാണ്, ഞാൻ വേദവ്യാസനാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാം. എന്നിട്ട് അയാളെ കൊണ്ട് അഭിനയിപ്പിക്കുക. ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി, ഞാൻ ഹിന്ദുവായി എനിക്ക് ഇതുവരെ അന്വേഷിച്ച് ഉത്തരം കിട്ടിയില്ല, ഇപ്പോൾ ഉത്തരം സക്കീർ നായിക്കിൽ നിന്ന് കിട്ടിയപ്പോൾ സന്തോഷമായി എന്ന് അയാളെ തന്നെ വീഡിയോ കാണിക്കുക. എന്നിട്ട് തനി പട്ട മുസ്ലിങ്ങൾ നമ്പൂതിരിയുടെ വേഷം കെട്ടി ഭസ്മവും തൊട്ട് സക്കീർ നായിക്കിൻ്റെ അടുത്തേക്ക് വരിക. ഒരു 2 or 3 കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ചോദ്യങ്ങൾ സക്കീർ നായിക്കിനോട് ചോദിക്കാം. സക്കീർ നായിക്ക് ഇങ്ങനെ മധുരം പുരട്ടിയിട്ട് അതിനൊക്കെ ഉത്തരം കൊടുക്കാം. ഒരു 2 or 3 or 4 മിനിറ്റ് കൊണ്ട് ഈ നമ്പൂതിരി ചെക്കന്മാരെ അഭിനയിക്കുന്നവർ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായത് എന്ന് പറയുക. എന്നിട്ട് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇസ്ലാം ആവുക. ഈ 3 or 5 മിനിറ്റ് കൊണ്ട് വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ സക്കീർ നായിക്കിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായവർ വേദത്തിലല്ലേ നിൽക്കേണ്ടത്? എന്തിനാ സക്കീർ നായിക്കിൻ്റെ അടുത്ത് പോകുന്നത്? 2 or 3 or 5 മിനിറ്റ് ഖുറാൻ്റെ അർത്ഥം മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ വക്രമായിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ പോലും ആ വരിക്കൊരർത്ഥമുണ്ട്. ഇസ്ലാം മതത്തെ മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് സക്കീർ നായിക്ക് പറഞ്ഞതനുസരിച്ച് എനിക്ക് വേദം എന്താണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ല എന്നല്ലേ അർത്ഥം? പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും സുഖമില്ല, കേൾക്കുന്ന ആൾക്കും സുഖമില്ല. ഇന്നലെ
ഖത്തറിൽ നിന്ന് ഒരാള് ഒരു ഇമെയിൽ അയക്കുകയുണ്ടായി. ഖത്തറിൽ പല സ്ഥലത്തും നോർത്ത് ഇന്ത്യൻ ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി സക്കീർ നായിക്കിൻ്റെ വീഡിയോ ആണ് വെച്ച് കേൾപ്പിക്കുന്നത്. ബസ് സ്റ്റാൻഡിലും റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ഈ കോണ്ടം വിൽക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഹൂണ്ടായി കാറ് വിൽക്കുന്ന മാതിരി, അതല്ലെങ്കിൽ ഈ നമ്മുടെ മമ്മൂട്ടിയെ കാണിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാക്കുന്ന സാധനം വിൽക്കുന്ന മാതിരി വിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇസ്ലാം മതം പോകേണ്ട കാര്യമുണ്ടോ? താല്പര്യമുള്ളവരെ പഠിപ്പിച്ച് നല്ല ഇസ്ലാമാക്കിയാൽ പോരെ? റോഡ് സൈഡിൽ പോസ്റ്റർ വെച്ച്, റോഡ് സൈഡിൽ സിനിമാ ഷോ നടത്തിയിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് കാണിക്കുന്നതും ഈ കച്ചവട ചരക്ക് വിൽക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഭാരതം ഒരു രാജ്യത്തെയും ആയുധം കൊണ്ടോ അല്ലാതെയോ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല. അറിവ് കൊടുത്ത് അവരെ അവരുടെ മുമ്പിൽ സമർപ്പിക്കുക ചെയ്ത് ഒരു രാജ്യത്തിലെ ജനതയെയും ഒരു മതത്തിലെ ജനതയെയും ഭാരതം മതപരിവർത്തനം നടത്താനായിട്ട് ഭാരതീയ ധർമ്മത്തിൽ മതപരിവർത്തനം നടത്താനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കുകയില്ല. കാരണം അവനവൻ്റെ ധർമ്മത്തിന് മഹത്വമില്ല എന്നറിയുമ്പോഴാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സുവിശേഷം നടത്തുക, അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ വിലയിൽ ലേലം വിളിക്കുക, അതെങ്ങനെയെങ്കിലും ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഉള്ള കള്ളത്തരവും പച്ച നുണയും പറഞ്ഞ് പ്രചരിപ്പിക്കുക, കാവിയുടുത്ത ഏതെങ്കിലും മുസ്ലിമിനെ സന്യാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുക, എന്നിട്ടൊരു 5-6 ചോദ്യം ചോദിക്കുക. ഒരു പുസ്തകമുള്ള ഖുറാനിൽ നിന്ന് തലങ്ങും വലങ്ങും 5 ചോദ്യം ചോദിച്ചാൽ മുമ്പിലുള്ളവൻ അറിഞ്ഞൂടെങ്കിൽ എന്തെങ്കിലും ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടാം. ഇത് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, 10,000-ഓളം വ്യാഖ്യാനങ്ങൾ, 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുള്ള ഒരു സനാതന ധർമ്മത്തെ കച്ചവടം നടത്തി വിൽക്കേണ്ട ആവശ്യം ഹിന്ദുക്കൾക്കില്ല. അതിനകത്തെ ഏതെങ്കിലും ഒരു ഉപനിഷത്തിലെ ഒരു വരി ഇങ്ങനെ പറയുന്നില്ലേ എന്ന് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനോട് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ കഥാപുസ്തകത്തിലെ ചോദ്യം ചോദിക്കുന്ന മാതിരി അല്ല. പൈതൃക പുസ്തകത്തിൽ ഇത്ര 1000 പുസ്തകങ്ങളുടെ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് അയാളെ മുട്ടുകുത്തിച്ചു എന്ന് വീഡിയോയിൽ വരുത്തി എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. എന്ത് നേടാനാ? ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുന്നു, ലോകത്തില് സനാതന ധർമ്മം ഒരു മിഷണറിയും ഇല്ലാണ്ട് അസാധാരണമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മിക്കവാറും എല്ലാ വർഷവും അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ യുവാക്കള്, അവിടുത്തെ പണ്ഡിതര്, അവിടുത്തെ ചിന്തകര്, അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര്, അവിടുത്തെ ആശുപത്രികളിലെ വേദമന്ത്രം വെക്കുക, അവിടുത്തെ നാസായിലെ വേദമന്ത്രങ്ങൾ വെക്കുക, അവിടുത്തെ പാർലമെന്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ, സ്റ്റേറ്റ് അസംബ്ലി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഡോക്ടർ സെദ്ദിന്റെ നേതൃത്വത്തിൽ വേദം വായിക്കാം. അത്ര മഹത്വമുള്ളതാണ് ഖുറാനും ബൈബിളും എങ്കിൽ അതല്ലേ വായിക്കേണ്ടത്? അല്ല, അമേരിക്കക്കാർ മതേതരത്വം കാണിക്കാനാണെങ്കിൽ ഈ വേദം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ബൈബിളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഖുറാനും വായിച്ചുകൂടായിരുന്നോ? എന്തേ അവരത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് യുനെസ്കോ വേദത്തെ ഭാരതീയ ലോക പൈതൃകമായിട്ട് അംഗീകരിച്ചു? അതിനകത്ത് എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രം ശരി, ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ പറയുന്ന ശരി നിങ്ങളുടെ പുസ്തകത്തിലും ഉള്ളത് കൊണ്ട് നിങ്ങളുടെ പുസ്തകം ഉപേക്ഷിച്ച് എൻ്റെ പുസ്തകം സ്വീകരിക്കണമെന്ന തലയ്ക്ക് സുഖമില്ലാത്ത വട്ടിൻ്റെ ജൽപ്പനങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ എന്തിനാ ഞാൻ പൊതുവേദിയിൽ ചെന്നിട്ട് ഉത്തരം കൊടുക്കാൻ പോകുന്നത്? മാത്രമല്ല, ഹിന്ദു ധർമ്മം മഹത്തരാണെന്ന് വാദിക്കാനും ജയിക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാ മറുപടി കൊടുത്തത് എന്ന ചോദ്യമാണെങ്കിൽ ഉത്തരം സിമ്പിളാ. 1000-കണക്കിന് 10,000-കണക്കിന് ഹിന്ദു യുവാക്കൾക്ക് ഈ സക്കീർ നായിക് എന്ന് പറയുന്ന മനുഷ്യന് എന്താ പറയണെന്നുള്ളതിന് ഒരു പിടുത്തവും കിട്ടണില്ല. അറിയാത്തവൻ അറിവ് കൊടുക്കൽ അത് ഗോപാലകൃഷ്ണന്റെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള ലക്ഷ്യമാണ്. അല്ലാതെ വാദിക്കാനും ജയിക്കാനും ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മരെ കൊല്ലാനൊന്നും ഞാനില്ല. പക്ഷെ ഭീഷ്മര് അസാധാരണമാം വിധത്തിൽ ശക്തനായ സ്ഥിതിക്ക് അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് ആ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി തന്നെ ജനിച്ചു എന്ന് പറയുന്ന ആ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്താനാണ് കൃഷ്ണൻ പറഞ്ഞത്. അതുപോലെ നല്ല ഉദാഹരണങ്ങൾ എടുത്ത് യഥാർത്ഥത്തില് ഹിന്ദു ധർമ്മത്തിന്റെ ശക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ എടുത്ത് സക്കീർ നായിക്കിന്റെ മുമ്പിൽ അധർമ്മത്തിന്റെ പക്ഷത്ത് അയാൾ നിൽക്കുന്നത്.
അല്ലാതെ അയാളെ വാദിച്ച് ജയിപ്പിച്ച് കയ്യടി വാങ്ങിച്ച് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് എന്താ വീരസ്വർഗം കിട്ടുമോ? എന്തിനാ ഞാൻ ഇയാളെ പോലെയുള്ളവരോടൊക്കെ വാദിക്കാൻ പോകുന്നത്? ഇയാളെ പോലെയുള്ളവരോടൊന്നല്ല, ആരോടും വാദിക്കാനും എനിക്ക് താല്പര്യമില്ല, ജയിക്കാനും താല്പര്യമില്ല, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും താല്പര്യമില്ല. അത് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെക്കോർഡ് ചെയ്തത്, ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന്. മാത്രമല്ല, പറയുന്നതിൽ എന്തെങ്കിലും സത്യമോ ധർമ്മമോ നീതിയോ ന്യായമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പരമമായ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ, ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിലെ ചോറ് തിന്ന് ഭാരതത്തിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഭാരതീയ പൈതൃകത്തിനെതിരെ പ്രവർത്തിക്കുന്ന കുറേ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് അവിടെ. ആ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഓരോരുത്തർക്കും ഉത്തരം കൊടുത്തു പോകുന്നതിനേക്കാളും നല്ലത് ഭാരതത്തിലെ 127 കോടി ജനങ്ങൾ, അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടായിരിക്കും, ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഉണ്ടായിരിക്കും. അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യല്ലേ നല്ലത്. ഇനി അറിയാൻ ആഗ്രഹം ഇല്ലാത്തവൻ രാത്രി ഉറങ്ങുമ്പോൾ ചെവി കൂടെ സുവിശേഷം പ്രസംഗിക്കുക, എന്നിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ എവിടെയോ പ്രസംഗിച്ചത് കാണിക്കുക, എന്നിട്ട് റോട്ടിൽ മുഴുവനും ഞാൻ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ കാണിക്കുക, എന്നിട്ട് പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുക, എന്നിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ 2 രൂപയുടെ മെമ്പർഷിപ്പ് കൊടുക്കണമാതിരി മുസ്ലിങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക, എന്നിട്ട് പൊന്നാനി പോയിട്ട് സുന്നത്ത് ചെയ്യുക, എന്നിട്ട് മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണെന്ന് പറയുക, 95% ആയാലും ന്യൂനപക്ഷം തന്നെയാണെന്ന് പറഞ്ഞ് 5 മന്ത്രിയെയും വെച്ചോണ്ട് അവനവൻ ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുക. ഈ ലോകത്തിൽ എവിടെയെല്ലാം ഇസ്ലാം പോയിട്ടുണ്ടോ അവിടുത്തെ ചരിത്രം ഒന്ന് നോക്കാം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഭാരതത്തിൽ മാത്രമാണ് ഇസ്ലാമീകരണം നടക്കാതെ പോയത്. അതിൻ്റെ ഒരു പക്ഷേ ദുഃഖം ഉണ്ടാവുമായിരിക്കാം. ആ ഇസ്ലാമീകരണം നടക്കാത്തതിൻ്റെ ഇപ്പം തീർക്കുക. കുറേ അധികം ഭാരതത്തിലെ വേദത്തിൽ അതാണ്, ഭവിഷ്യപുരാണത്തിൽ ഇതാണ്, അമ്പലത്തിൽ ഇതാണ്. ഭാരതീയർ ചന്ദ്രകല ആഘോഷിക്കാനും പൂജിക്കാനും തുടങ്ങിയത് ഇസ്ലാമിൽ നിന്നാണ്. ഇസ്ലാം ഉണ്ടായത് 9-ാം നൂറ്റാണ്ടിലാണ്. ഭാരതീയ ധർമ്മം ഉണ്ടായത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് BC 8275 ആദ്യത്തെ ആർട്ടിഫാക്റ്റ്. കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, മോഹൻജോദാരോ, ചിഞ്ചുദാരോ, ഭഗവാൻപുര, മെഹർഗർ ഇങ്ങനെയുള്ള സ്ഥലത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആർട്ടിഫാക്റ്റ്. ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഏതാണ്ട് 10,000 വർഷത്തെ പഴക്കമുണ്ട്. നമ്മൾ സാധാരണ അമ്മയുണ്ടായത് മകളിൽ നിന്നാന്ന് പറയണ മാതിരിയാണ്. ഇസ്ലാമിൽ നിന്നാണ് ഹിന്ദുക്കളെല്ലാം പഠിച്ചതെന്ന് പറയുന്നതല്ല. അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പിന് എന്തിനാണ് ഞാൻ ആൻസർ കൊടുക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഞാൻ ഈ സക്കീർ നായിക്കിനെ പൊതുവേദിയിൽ വെച്ച് അഭിമുഖീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇതിനുത്തരം കൊടുക്കാൻ പോകുന്നത്? എനിക്കിത് വാദിക്കലും എൻ്റെ ജോലിയല്ല, ജയിക്കലും എൻ്റെ ജോലിയല്ല. എൻ്റെ ജോലി അറിയലും അറിയിക്കലുമാണ്. അത് ഭീരുത്വമാണെന്ന് ആര് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ അങ്ങനെ അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തേത്, സുവിശേഷത്തിനെതിരെ പ്രസംഗിക്കുന്ന സാറിന് വസ്തുതാപരമായിട്ട് ഇത് എല്ലാം പ്രസൻറ്റ് ചെയ്തൂടെ? ഞാൻ മിനിഞ്ഞാന്ന് ഒരാളെ കാണേണ്ടേ, ഡോക്ടർ CP മാത്യു എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല അവർ. ഡോക്ടർ CI ഐസക്ക് പറഞ്ഞു സെൻറ് തോമസ് എന്നൊരാളിവിടെ വന്നിട്ടേ ഇല്ല എന്ന്. അതുപോലെ സെൻറ് ഫ്രാൻസിസ് സേവിയർ 40,000 ഹിന്ദുക്കളെ തലയർത്ത് കൊന്ന ആളാണെന്ന് ഡോക്ടർ CI ഐസക്ക് വളരെ ഭംഗിയായിട്ട് ചരിത്ര പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളെന്നോട് പറയാ ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം എന്തുണ്ട്? നിങ്ങൾ ഒന്നും വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ദൈവം കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി എന്ന ശുദ്ധ അബദ്ധം അത് പോപ്പ് പോലും നിരാകരിച്ചിട്ടുണ്ട്. ആദത്തിൽ നിന്നും അവയിൽ നിന്ന് ആ മനുഷ്യനുണ്ടാക്കിയെന്നുള്ളത് തെറ്റാണ്, ഡാർവിൻ്റെ സിദ്ധാന്തമാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് വരാത്ത സെൻറ് തോമസ് വന്നു എന്ന് പറഞ്ഞ് കുറേ അമ്പലങ്ങൾ ക്രിസ്ത്യാനീകരിച്ചു പള്ളിയാക്കി എന്ന് നുണ പറഞ്ഞ് സെൻറ് തോമസ് മൗണ്ടിൽ അയാളെ കൊന്നു എന്ന് പറഞ്ഞ് ഈ കൊലയാളിയായിട്ടുള്ള ആളെ പുണ്യവാളനാക്കി എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യന്റെ പാപം ഇല്ലാണ്ടാക്കാനാണ്. ഒരാൾ വിചാരിച്ചാൽ കോടിക്കണക്കിന് ജനതയുടെ പാപം ഹോൾസെയിലായിട്ട് അയാളെടുത്ത് കുരിശിൽ ചെന്ന് അയാൾ ആണിയടിച്ച് തറച്ചു എന്ന് പറയുക, എന്നിട്ട് മരിക്കാത്ത ആളെ മരിച്ചു എന്ന് പറയുക, എന്നിട്ട് മരിച്ച ആള് ജീവിച്ചു എന്ന് പറയുക, എന്നിട്ട് അയാൾ നിങ്ങളുടെ പാപം എടുത്തു എന്ന് പറയുക, പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും പാപികളെ എന്ന് വിളിക്കുക. പോപ്പും പാപിയാണ്, മനുഷ്യനും പാപിയാണ്, എല്ലാ മനുഷ്യരും പാപിയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുക. ഈ പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കാനുള്ള കണ്ടീഷൻ എന്താ?
വേറൊന്നുമില്ല, മതം മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ച മിഷണറി ആണെങ്കിൽ അയാളെ പുണ്യവാളനാക്കാം. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവസഹായം പിള്ള മരിച്ചു. ആ ദേവസഹായം പിള്ള മരിച്ചോ കൊന്നോ, അയാൾ ഹിന്ദു മതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചതിനാണ് അയാളെ ഹിന്ദുക്കൾ കൊന്നതെന്നാക്കി തീർക്കാം. എന്നിട്ട് ഈ മതം മാറ്റുന്ന ഈ കർദിനാളിനെ ഉയർത്തിയപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുക്കാൻ വേണ്ടി പോവുക. എന്നിട്ട് ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് ഇതാക്കുക. 60 വർഷത്തോളം ജയിലിൽ മാതിരി വീട്ടിൽ കിടന്ന ഈ അൽഫോൻസാമ്മയെ പിടിച്ച് വിശുദ്ധയാക്കുക. എന്തെല്ലാമാ കാട്ടിക്കൂട്ടുന്നത്? സ്വബോധമുള്ള ഒരാൾക്കെങ്കിലും പറയോ ഞാൻ ആരാധിക്കുന്ന ഈശ്വരനെ ആണിയടിച്ച കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് അടക്കാം? മഹാത്മാഗാന്ധിയെ കൊന്ന പിസ്റ്റള് ശ്രീകോവിലിനകത്ത് വെച്ച് പൂജിക്കണമായിരിക്കുക. എന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടിയായിട്ട് തിന്നുക, അങ്ങേരുടെ രക്തം വീഞ്ഞായിട്ട് കുടിക്കുക. എന്നിട്ട് ഇതെല്ലാം ഒരു വശത്ത് പറയാം, ഹിന്ദു ധർമ്മം മോശം, രോഗമില്ലാത്തവന് രോഗമുണ്ടെന്ന് പറയാം. എന്നിട്ട് മരുന്ന് കഴിക്കേണ്ട, അന്നൈ വേളാങ്കണ്ണി പള്ളിയിൽ പോയാൽ മതി പറയാം. എന്നിട്ട് 21 ദിവസം കഴിയുമ്പോൾ ഇതേ ഡോക്ടറെ രോഗം മാറി എന്ന് പറയാം. എന്നിട്ട് അഭിഷിക്തനാവാൻ വേണ്ടി 21 ഹിന്ദുക്കളെ മതം മാറ്റാൻ പറയാം. ഈ കച്ചവട ചരക്കാക്കിയിട്ട് ഈ ക്രിസ്തുമതത്തെ താഴ്ത്തണോ മക്കളെ നിങ്ങൾ? അമേരിക്കയിൽ ഒരുവൻ ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോൾ പള്ളിയിൽ പോണില്ല. യഹോവ എന്നൊരു ദൈവം, മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് പറയാം. പക്ഷെ എന്നാൽ എനിക്ക് ചില ക്രിസ്ത്യാനികളെ ബഹുമാനമുണ്ട്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം. അതിൽ ആരാധ്യനായ ഉമ്മൻചാണ്ടി ആറ്റുകാൽ അമ്പലത്തിൽ ചെന്ന് പൂജാരിക്ക് പ്രസാദം കൊടുത്ത് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങിക്കുന്നൊരു ഫോട്ടോ മാതൃഭൂമിയിൽ വന്നു. എത്രയോ ഹിന്ദുക്കൾ പള്ളിയിൽ പോകുന്നുണ്ട്. പള്ളിയിൽ പോകുന്നതിനൊന്നും ഞാനെതിരല്ല, ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ വരുന്നതിന് ഞാൻ വളരെ അനുകൂലമാണ് താൻ. പക്ഷേ എൻ്റെ യേശു ക്രിസ്തു നിന്റെ പാപം ഇല്ലാണ്ടാക്കാനാണെന്നുള്ള ശുദ്ധ തട്ടിപ്പന്നോണ അത് യൂറോപ്പിൽ ചെലവാവാത്തത് കൊണ്ട് അവിടെയുള്ളവരൊക്കെ ക്രിസ്തുമതം ഉപേക്ഷിച്ചത്. അവിടെ പള്ളിയിൽ ഏലം ചെയ്യുന്നത്, സ്വർണ്ണ കുരിശും വെച്ചുകൊണ്ട് യേശു ക്രിസ്തു ആ പള്ളിയിൽ നിന്ന് കച്ചവടക്കാരെ ആട്ടി ഓടിച്ചതാ. ഇവിടുത്തെ കർദിനാളും ഇവിടുത്തെ ബിഷപ്പും ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ കന്യാസ്ത്രീകളും ഒക്കെ ക്രിസ്തുമതം കച്ചവടം നടത്തുക. ഭാരതത്തെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഒരു കച്ചവടം 2020 ഇന്ത്യൻ പാർലമെന്റിനകത്ത് ബൈബിള് വായിച്ചിട്ടായിരിക്കും സമ്മേളനം തുടങ്ങാമെന്ന് ഒരു ബിഷപ്പ് ഒരു TV-യിൽ പറയുന്നത് കേട്ടു. പച്ച നുണ മാത്രം പറഞ്ഞ് പ്രചരിച്ചൊരു മതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുമത. അതുകൊണ്ട് അത് അനവധി കാലമൊന്നും നിൽക്കില്ല. തട്ടിപ്പും വെട്ടിപ്പും മാത്രം കൊണ്ട് പ്രചരിച്ചൊരു മതമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തുള്ളവരെല്ലാവരും തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നവരല്ല, പക്ഷെ പ്രചരിച്ചത് അങ്ങനെയാണ്. എന്തിനാ ഇങ്ങനെ മതം പ്രചരിപ്പിക്കുന്നേ? എത്രയോ നന്മകൾ പ്രചരിപ്പിച്ചൂടെ? ഓരോരുത്തരെ കൺവെർട്ട് ചെയ്യുക. ഇന്നലെയും ഒരാൾ, ഞാൻ 3 ദിവസം മുമ്പ് പാലക്കാട് പ്രഭാഷണം നടത്തിയപ്പോൾ എൻ്റെ അടുത്തൊരാൾ ഒന്ന് പറയേണ്ടായി, ദിവസവും എന്നെ മതം മാറ്റാൻ ഒരാൾ വരും സാറേ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയെന്നാണ് പറയണത്. ഇനി ജ്ഞാനസ്നാനവും കൂടി ചെയ്താൽ പിന്നെ യേശു ക്രിസ്തുവിനെ പ്രത്യക്ഷമാകുന്നു. സേവിയർ ഖാൻ എന്ന് പറഞ്ഞൊരു വട്ടനുണ്ട്, അത് ചില TV-യിൽ കാണാൻ സാധിക്കും. ഓരോ പെൺകുട്ടിയെ കാണുമ്പോഴും പറയും നീ ദൈവത്തിൻ്റെ സേവികയാവാനുള്ള സമയമായി എന്ന്. എന്താ ഉദ്ദേശം എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തനെയും സർവൻ്റ് ആക്കുക. വേറൊരു ആത്മീയ യാത്ര എന്നൊരു ചാനലുണ്ട്, നല്ല ഭാരതീയ പൈതൃകത്തിലുള്ള സംഗീതങ്ങളൊക്കെയാണ് കേൾക്കാനൊക്കെ എനിക്കിഷ്ടമാണ്, ഞാൻ കാണാറുണ്ട് കേൾക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ ഈ ക്രിസ്തുമതം പ്രചരിപ്പിക്കാനുള്ള 850 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന യോഹന്നാൻ്റെ പരിപാടികളാണ്. ഇൻകം ടാക്സ് റെയ്ഡൊക്കെ ചെയ്തിരുന്നു, എവിടം വരെ എത്തിയെന്നൊന്ന് പറഞ്ഞൂടാ. പക്ഷേ ഈ ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ 122 ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ പ്രചരിപ്പിച്ചാൽ പോരെ? എന്തിനാ ഈ ഹിന്ദുക്കളുടെ സംഗീതം എടുക്കുക, ഹിന്ദുക്കളുടെ വാദ്യം, ഹിന്ദുക്കളുടെ പഞ്ചവാദ്യം, ഹിന്ദുക്കളുടെ കോലം, ഹിന്ദുക്കളുടെ പറയെടുപ്പ്, ഹിന്ദുക്കളുടെ കല്ലുവിളക്ക്, ഹിന്ദുക്കളുടേതായിട്ടുള്ള കാവ്യവസ്ത്രം, ഹിന്ദുക്കളുടേതായിട്ടുള്ള കൊടിമരം, ഹിന്ദുക്കളുടേതായിട്ടുള്ള സദ്യ, വെടിക്കെട്ട്, ആന, പഞ്ചവാദ്യം, പഞ്ചാരിമേളം ഒക്കെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് എന്തിനാ? സ്വാഭാവികമായിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഗോപാലകൃഷ്ണൻ്റെ തറവാട്ട് സ്വത്താണോ എന്ന്. എൻ്റെ തറവാട്ട് സ്വത്തല്ല, ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും കരിവാരി തേച്ചും അത് യൂസ്ലെസ് ആണെന്ന് പറയിപ്പിച്ചും അതിലെ തന്നെ നിങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെതിരെ ഞാൻ പൊതുവേദിയിൽ ഈ സുവിശേഷത്തിനെതിരെ പ്രസംഗിക്കാൻ പോയാൽ എനിക്ക് അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ.
10,000 5,000 രൂപ ഓരോ ദിവസം അക്കൗണ്ട് ഇല്ലാതെ പൈസ കിട്ടുന്നുണ്ട് സുവിശേഷ പ്രസംഗം നടത്തുന്നവർക്ക്. ഇത് ഓഷോ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. AD 500 ശേഷം പോപ്പ് ആൻഡ് കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ബിസിനസ്സാണ് ഇവിടുത്തെ പള്ളി കച്ചവടം. പോപ്പ് ആൻഡ് കമ്പനിയുടെ കോർപ്പറേറ്റ് ബിസിനസ്സാണ് ലാഭം ഉണ്ടാക്കാനുള്ളത്. കർദിനാളിനും ലാഭമാണ്, ബിഷപ്പിനും ലാഭമാണ്, അച്ഛനും ലാഭമാണ്, കന്യാസ്ത്രീകൾക്കും ലാഭമാണ്, ക്രിസ്തുമതം സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും ലാഭമാണ്, സ്വീകരിക്കാൻ പോകുന്നവർക്കും ലാഭമാണ്. കാരണം ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ഇഷ്ടംമാതിരി ഡൊണേഷൻ കിട്ടും. അതിന് അക്കൗണ്ടും ഇല്ല, റെസീറ്റും കൊടുക്കണ്ട. ദേവസ്വം ബോർഡിലെ പലരും ഭണ്ഡാരത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന മാതിരിയാണ്, കോതമംഗലത്തെ അമ്പലത്തിൽ ചെയ്ത മാതിരി. അതിനകത്ത് വീഴുന്നതിന് അക്കൗണ്ട് ഇല്ലാതെ റെസീറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്ര കട്ടാലും ആരും അറിയില്ല. അത് തന്നെ അതിൻ്റെ മറ്റൊരു രൂപ. സുവിശേഷത്തിന് പോകുന്നവർ ഇഷ്ടംമാതിരി പൈസ മേടിക്കുക. എന്താ കുഴപ്പം? എന്താ ജോലി എന്ന് ചോദിച്ചാൽ മതപ്രചരണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ 19ാമത്തെ മിഷണറി വിസ കൂടി ഇന്ത്യയിൽ 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ പുറത്ത് നിന്ന് ഒരു ഇംഗ്ലീഷുകാരനെയും കൂടി വെച്ചാൽ ഇന്ത്യക്കാരെ മതം മാറ്റാൻ എളുപ്പ, കോടികൾ ഉണ്ടാക്കാൻ എളുപ്പ. ദൈവത്തിന്റെ പേരിലൊന്നുമല്ല, വെറും സിമ്പിൾ ചോദ്യമാണ്. മരിക്കാത്ത ആള് മരിച്ചു എന്ന് പറയുക, മരിച്ച ആള് ജനിച്ചു എന്ന് പറയുക, ദൈവം കന്യാസ്ത്രീയില് കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി പറയുക. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റണതാ? ഇതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ സർപ്പം ആദത്തിനോട് സംസാരിച്ചു പറയാ, ആദത്തിനും അവയ്ക്കും കായീൻ എന്നൊരു മകനുണ്ടായി പറയാ, കായീൻ വിവാഹം കഴിച്ചു എന്ന് പറയാ. ആ പെണ്ണെവിടുന്ന? പിന്നെ അവർക്ക് കുട്ടി ഉണ്ടായി, അതും വിവാഹം കഴിച്ചു. അപ്പൊ ആ പെണ്ണെവിടുന്ന? ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വരി ബൈബിളിലുണ്ടോ? നല്ല സന്ദേശങ്ങളില്ല എന്നല്ല, അതിൻ്റെ കഥകളിൽ വിശ്വസിക്കാൻ പറ്റുന്നതുണ്ടോ? യഹോവ എന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്, എൻ്റെ കയ്യിലൊരു വാളുണ്ട്. ഇതാണോ ദൈവത്തിൻ്റെ ലക്ഷണം? മറ്റ് ദൈവത്തെ പൂജിക്കുന്നവരെ കൊല്ലുക, വധിക്കുക, രക്തം കുടിച്ച് ചെടിച്ച വാള്, ദൈവത്തിൻ്റെ ദിനങ്ങൾ, ദീനരോധനം, ഇടിവെട്ടിൻ്റെ ദിനങ്ങൾ, പ്രളയത്തിൻ്റെ ദിനങ്ങൾ. ഇങ്ങനൊരു ദൈവത്തിന് വേണ്ടിയിട്ട് എന്തിനാ? ഇതെല്ലാം ഞാൻ റോട്ടിലൂടെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? ഞാനും തീരുമാനിച്ചു ഞാൻ മറ്റൊരു മതത്തിനെതിരെ പറയേണ്ട. പിന്നെ എന്തിനാ ഇപ്പൊ പറഞ്ഞത്? ഒത്തിരി പേര് ഇമെയിൽ വഴിക്കും യൂട്യൂബിലും നിങ്ങൾക്ക് പൊതുവേദിയിൽ ഇവരെ അഭിമുഖീകരിച്ചൂടെ എന്ന് ചോദിച്ചത് കൊണ്ട് അതിന് മറുപടി പറയുക. എൻ്റെ ജോലിയല്ല പൊതുവേദിയിൽ. എനിക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം, ആര് എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല. ചിലരൊക്കെ യൂട്യൂബിലേത് കണ്ടിട്ട് ഒരാൾ പറയുകയുണ്ടായി, എൻ്റെ കൺമുമ്പിൽ എങ്ങാനും നിങ്ങളെ കണ്ടാൽ ഞാൻ ശരിയാക്കുന്ന, എന്നെ ശരിയാക്കാൻ ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഞാൻ ഇങ്ങനെ പോവുള്ളൂ, ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ളത്. നിങ്ങളെപ്പോലെ ഇല്ലാത്ത വിദേശത്തിലെ ദൈവത്തിനെ കൊണ്ടുവന്ന ദൈവപുത്രനെ ആണിയടിച്ച കുരിശ് പൂജിച്ച് അങ്ങേരുടെ ശരീരം തിന്ന് രക്തം കുടിച്ച് ഈ പരിപാടിയിലേക്കൊന്നും നമ്മളെ കിട്ടില്ല. അതുപോലെ ഒരു വീഡിയോ എടുത്ത് വേറൊരു വീഡിയോ കാണിച്ച് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ മുഴുവനും അള്ളാഹു ഉണ്ട്, അതിൽ മുഴുവനും മുഹമ്മദ് നബി ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ഗ്രന്ഥത്തിലേക്ക് വന്നൂടെ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അതുള്ളത് കൊണ്ട് എൻ്റെ ഗ്രന്ഥത്തിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തിനാ ഈ നമ്പർ കൂട്ടുന്നത്? ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാ? രാഷ്ട്രീയ പാർട്ടികളാണോ? മതങ്ങളെന്ന് പറയുന്നത് അത്ര പവിത്രമാണ് ആയിട്ടുള്ള ഒന്നിനെ ഇതുപോലെ മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ഗോപാലകൃഷ്ണന് ഉദ്ദേശമില്ല. ഇതുമാതിരിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇനി ചോദ്യങ്ങൾ വന്നാലും ഉത്തരം പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ നല്ലൊരു ദിവസത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പ്രണാമം.